നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമങ്ങളും 1935 ചട്ടങ്ങളും റദ്ദാക്കാൻ തീരുമാനിച്ച അസം സർക്കാർ. വ്യാഴാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ ഓരോ സഹോദരിമാർക്കും നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും രജിസ്ട്രേഷനിൽ തുല്യത കൊണ്ടുവരുന്നതിനായി അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ ആക്ട് 1935, അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ ചട്ടങ്ങൾ എന്നിവ റദ്ദാക്കാനായാണ് അസം റിപ്പീലിംഗ് ബിൽ സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബില്ലിന് സംസ്ഥാന ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി അസം സർക്കാർ അറിയിച്ചു. ശൈശവ വിവാഹത്തിനെതിരെ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തി മുസ്ലിം പെൺമക്കൾക്കും സഹോദരിമാർക്കും നീതി ഉറപ്പാക്കാനാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് അസം മുഖ്യമന്ത്രി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. അസം നിയമസഭയുടെ അടുത്ത മൺസൂൺ സമ്മേളനത്തിന് മുമ്പായി പരിഗണിക്കുകയും നിയമമാക്കുകയും ചെയ്യുമെന്നും അസം സർക്കാർ വ്യക്തമാക്കി. എന്നാൽ എന്തിനാണ് 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കിയതിന് പിന്നിലെ കാരണങ്ങൾ എന്ന് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇത് വെച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കും എന്ന് ഉറപ്പാണ്. ആധുനിക സമൂഹത്തിന്റെ രീതികൾക്ക് ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റാത്ത ഒന്നാണ് 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം എന്നതാണ് വസ്തുത. വധൂവരന്മാർക്ക് നിയമപരമായ വിവാഹപ്രായമായ 18ഉം 21ഉം വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഈ നിയമപ്രകാരം അനുവദനീയമാണ്. ഈ നിയമത്തിന്റെ മറപറ്റി അനവധി പെൺകുട്ടികളാണ് ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു പോകുന്നത്. ഇത് വിവാഹപ്രായം സംബന്ധിച്ച് ഇന്ത്യയിലെ നിലവിലെ നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ നിയമപ്രകാരം വിവാഹ രജിസ്ട്രേഷൻ ഒരു അനൗപചാരിക സംവിധാനമാണ് ആസാമിൽ നിലനിൽക്കുന്നത്. ഇത് പ്രകാരം കാസികൾ എന്ന് വിളിക്കപ്പെടുന്ന സർക്കാർ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥർക്കാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം. ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും കൊച്ചു പെൺകുട്ടികളെ വരെ പ്രായവ്യത്യാസമില്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. ഈ അരാജകത്വം നിറഞ്ഞ സംവിധാനത്തെയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അസമിൽ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അടുത്തിടെ ഉത്തരാഖണ്ഡ് നടത്തിയ നീക്കത്തിന് സമാനമായി അസമിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള ആദ്യപടിയാണ് നിയമം റദ്ദാക്കാനുള്ള തീരുമാനം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുസ്ലിം വ്യക്തി നിയമം വലിയ രീതിയിൽ പൊതുജന ശ്രദ്ധ ആകർഷിച്ചിരുന്നു. 2017 മുത്തലാഖ് കേസ് പോലെയുള്ള സുപ്രധാനമായ പല കേസുകളും സമത്വത്തിന്റെയും നീതിയുടെയും ഭരണഘടനാ തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് മുസ്ലിം വ്യക്തി നിയമത്തിൽ പരിഷ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് അസമിലടക്കം ഇപ്പോൾ മുസ്ലിം വിവാഹ നിയമത്തിൽ നടക്കുന്ന പരിഷ്കരണങ്ങൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.